എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നൊരു ബീഫ് സ്റ്റേക്ക് തയ്യാറാക്കി നോക്കിയാലോ. നമ്മുടെ കേരളത്തിലിപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പം ഈ ബീഫിൻ്റെ ഈ സ്റ്റേക്ക് പീസുകൾ കിട്ടും കേട്ടോ. ബഫലോടെയോ ബീഫിൻ്റെയോ ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് പോയി സെലക്ട് ചെയ്തെടുക്കാം. 1-2 പീസൊക്കെ ആയിട്ട് മേടിക്കാൻ പറ്റും. ഞാനൊരു 4 പീസ് മേടിച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോയോളം ഉണ്ട് കേട്ടോ. ഇത് 180 രൂപയോ മറ്റാണ് ഇത് 4 പീസിന് ഞാൻ മേടിച്ചപ്പോൾ ആയത്. നമ്മുടെ ലോക്കൽ കച്ചവടക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അവരിങ്ങനെ കട്ട് ചെയ്ത് തരും ബീഫ്. സാധാരണ ബീഫ് സ്റ്റേക്കിനുള്ള കഷ്ണങ്ങൾ കഴുകാതെയാണ് കുക്ക് ചെയ്യുന്നത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തു. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് പൊടി മാത്രമേ തിരുമുന്നുള്ളൂ കേട്ടോ. എരിവിൻ്റെ അനുസരിച്ച് കുരുമുളക് പൊടി തിരുമും. ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടി തിരുമാൻ കേട്ടോ, അതായത് രുചിയെ. അപ്പോൾ അതിനെ കുക്കിങ് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ വിദേശികൾക്ക് മാത്രം കഴിച്ചാൽ പോരല്ലോ, ബീഫ് സ്റ്റേക്ക് നമുക്കും കഴിക്കണ്ടേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഞാൻ അതിനോട് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബീൻസ് ഒന്ന് നമുക്കൊന്ന് വാട്ടി കോരി എടുക്കാവേ. അതിൻ്റെ പച്ച കളർ മാറില്ല. അപ്പം നല്ലപോലെ തിളച്ച വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിന്ന് കോരി എടുക്കാം കേട്ടോ. അതിൻ്റെ പച്ച മാറണം, പക്ഷേ അതിൻ്റെ പച്ച കളർ മാറാനും പാടില്ല കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ കോരി എടുത്തിട്ട് ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കാവേ. ഒരു 5-6 ചുള വെളുത്തുള്ളി നമുക്ക് തൊണ്ട് കളയാതെ തന്നെ ഒന്ന് ചതച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. വല്ലാതെ ചതച്ച് കളയണ്ട. നമുക്ക് എന്നിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് കളയേണ്ടത്. അപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാം കേട്ടോ. ചില വീഡിയോയിലൊക്കെ റോസ്മേരിയൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇടുന്നത് വെളുത്തുള്ളി നമ്മുടെ കയ്യിലുള്ള സാധനത്തിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. നമുക്കിത് എണ്ണയിലോട്ട് ചതച്ചിടാവേ. ഞാനിവിടെ എടുത്തേക്കുന്ന ഒലിവ് ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ആയിരിക്കും ബീഫ് സ്റ്റേക്കിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ എണ്ണ ചൂടായ നമ്മുടെ വെളുത്തുള്ളി ചതച്ചത് അങ്ങോട്ട് ഇടാം. ഇനി കൊടുത്ത് തന്നെ നമ്മൾ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന കുരുമുളകൊക്കെ തിരുമ്മി വെച്ചിരിക്കുന്ന സ്റ്റേക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കാവേ. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താണ് എടുക്കുക, അതിൻ്റെ കറക്റ്റ് കിട്ടുക. ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കുക്കാകാതെ പോവും. ലോ ഫ്ലെയിമിൽ വെച്ചാലും അത് വല്ലാതെ ഹാർഡായി പോവും. അപ്പോൾ നമുക്കിത് ഓവർ കുക്കാവരുത്, എന്നാൽ കുക്കാവുകയും വേണം. ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഇതെടുക്കാനായിട്ട്. കുറച്ച് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 10 ഗ്രാമൊക്കെ ഉള്ളൂ കേട്ടോ. 1 ടേബിൾ സ്പൂണിലും ബട്ടർ നമുക്ക് ചേർത്ത് വെക്കാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞാൽ മറിച്ചിടാം. അപ്പം ചിലപ്പോൾ ഇതിങ്ങനെ ഷേപ്പ്ലെസ് ഒക്കെ ആയി പോയെങ്കിൽ ഒന്ന് അതിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചിലപ്പം പൊങ്ങിയിരിക്കുന്ന ഭാഗമൊന്നും വേവാതെ വരില്ല. അപ്പോൾ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പം ഇത്രയേ ഉള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കോരിയെടുക്കാം എണ്ണയിൽ നിന്ന്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ വെജിറ്റബിൾ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ വെളുത്തുള്ളി ഇതിൽ നിന്നങ്ങ് മാറ്റാം. കാരണം വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് കരിഞ്ഞു തുടങ്ങി. ഇനിയിപ്പം കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകാതിരിക്കുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ആ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ വേണം ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മറ്റേ നമ്മുടെ ചിക്കൻ ബീഫിൻ്റെ സ്റ്റോക്കിൻ്റെ അകത്ത് കടന്ന് വെജിറ്റബിൾ കടന്ന് ഇങ്ങനെ വരുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. വെജിറ്റബിൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കോരാൻ നേരത്ത് നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ മതി. ക്യാപ്സിക്കം ഇട്ട് അധികം നേരം കുക്ക് ചെയ്യേണ്ട. 1 മിനിറ്റ് കഴിഞ്ഞാൽ അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം കേട്ടോ. ഈ എണ്ണയിലോട്ട് തന്നെ വേണം നമുക്ക് ഇനി സോസ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഈ പച്ചക്കറി കോരുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഒന്ന് ചുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാൽ 1/2 ഗ്ലാസ് പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ സോസ്. ഇനി ഇതിലേക്കും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ ബീഫ് ഇവിടെ ചൂടാറി കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫോർക്കും സ്പൂണൊക്കെ ഉപയോഗിച്ച് വേണം കഴിക്കാം. അപ്പം നമ്മളിവിടെ അപ്പം നമുക്കതൊന്നും പറ്റാത്ത കാരണം കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരുന്നപ്പോൾ നമുക്ക് കഴിക്കാൻ എളുപ്പമുണ്ട്. അപ്പം ചൂടാറിപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇത് നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. 10 മിനിറ്റ് മതിയല്ലോ കുക്ക് ചെയ്യാനായിട്ട്. അപ്പം ചൂടോടുകൂടി തന്നെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഹാർഡായി പോകും. പിന്നെ ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഹാർഡാവത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മുടെ പച്ചക്കറി വഴിച്ചത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റേക്ക്. നമ്മുടെ നാടൻ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോസ് വേണേൽ സോസ് ഞാൻ ഉണ്ടാക്കിയത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതും അല്ലെങ്കിൽ മറ്റേ നമ്മുടെ കെച്ചപ്പ് ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സൈഡ് ഡിഷായിട്ട് വേണേൽ കുറച്ച് ചോറ് കൂടി എടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.